കഴിഞ്ഞ ശനിയാഴ്ച ഗസ മുനമ്പിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങളാണിത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കൊടിയ യുദ്ധം ആരംഭിച്ച് 80 ദിവസങ്ങൾക്ക് ശേഷം ഗസയിലെ പ്രാദേശിക മാർക്കറ്റുകളിലേക്ക് പഴവർഗ്ഗങ്ങളെത്തി. ബുള്ളറ്റുകളും മിസൈലുകളും ചീറിപ്പാഞ്ഞ യുദ്ധഭൂമിയിൽ അരക്ഷിതരായി അലഞ്ഞ ഗസ മുനമ്പിലുള്ള റാഫ നിവാസികൾക്ക് ഇതൊരു പ്രതീക്ഷയുടെ നാളം കൂടിയാണ്. പ്രാദേശിക കച്ചവടക്കാർ ഓറഞ്ചും പഴങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കായി തങ്ങളുടെ സ്റ്റാളുകളിൽ ക്രമീകരിക്കുകയാണ്. അതേസമയം ആളുകൾ മാർക്കറ്റുകളിലേക്ക് എത്തുന്നുമുണ്ട്. എങ്കിലും ഇത് വാങ്ങുവാൻ അവിടെ എത്തുന്ന പല ഗസ നിവാസികൾക്കും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവശ്യസാധനങ്ങളുടെ കുതിച്ചുയരുന്ന വില പലരെയും മാർക്കറ്റുകളിൽ നിന്ന് അകറ്റുകയാണെന്ന് റഫയിലെ പഴക്കട ഉടമ അബ്ദുൾ റസാഖ് ആഗിൽ പറയുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗസയിൽ പഴങ്ങളെത്തിയത്. എന്നാൽ എല്ലാത്തിനും വില വളരെ അധികമാണ്. അതിനാൽ പ്രത്യേക വിഭാഗത്തിനൊഴികെ എല്ലാവർക്കും ഇത് താങ്ങാനാവുന്നില്ലെന്ന് റസാഖ് പറയുന്നു. കൂടാതെ 1 കിലോഗ്രാം ഓറഞ്ച് 10 ഷെക്കലിനാണ് വിറ്റിരുന്നത്. എന്നാൽ ഇപ്പോൾ 3 മുതൽ 4 കിലോഗ്രാമിന് 100 ഷെക്കൽ വരെയുണ്ട്. അതുപോലെ മുമ്പ് 5 അല്ലെങ്കിൽ 7 ഷെക്കൽ വിലയുണ്ടായിരുന്ന 1 കിലോഗ്രാം മുന്തിരി ഇപ്പോൾ 25 ഷെക്കലിനാണ് വിൽക്കുന്നത് എന്ന് റസാഖ് പറയുന്നു. فالله يكون لنا اسبوعين يعني الاسعار غاليه جدا كثير غاليه. യുദ്ധം ആരംഭിച്ച് 80 ദിവസ ശേഷമാണ് പഴങ്ങളെല്ലാം കച്ചവടത്തിനായി എത്തുന്നത്. അതിനാൽ കുറഞ്ഞ അളവിന് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആപ്പിൾ, മാതള നാരങ്ങ എന്നിവയ്ക്ക് മാത്രമേ താരതമ്യേന വില കുറവുള്ളൂ എന്നാണ് റഫയിലെ ഫ്രൂട്ട് സ്റ്റാൾ തൊഴിലാളിയായ ഷെരീഫ് ആബിദ് പറയുന്നത്. സംഘർഷവും ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധവും ഉയർത്തിയ വെല്ലുവിളികളുടെ അനന്തരഫലമാണ് ഗസയിൽ പ്രതിഫലിക്കുന്ന ഈ അമിത വിലക്കയറ്റം. മാത്രമല്ല, ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നതും ഈജിപ്ത്, ലബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റവും തടയാൻ ലക്ഷ്യമിട്ടുള്ള ഉപരോധം സാധനങ്ങളുടെ ദൗർലഭ്യത്തിലേക്കും കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിലേക്കും നയിച്ചിട്ടുണ്ട്. ഇതുമൂലം അവശ്യ വസ്തുക്കളിലേക്ക് എത്തിപ്പെടാൻ പോലും ഗസയിൽ പലർക്കും കഴിയുന്നില്ല. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ തിരിച്ചടിക്കാൻ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ മുൻനിർത്തി നരകം ഗസയിലാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഐക്യരാഷ്ട്രസഭ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അവശ്യ സാധനങ്ങൾ മാർക്കറ്റിലെത്തിക്കാൻ കച്ചവടക്കാർക്കും സാധനങ്ങൾ വാങ്ങുവാൻ സാധാരണക്കാർക്കും കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നത്. അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.